വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ശബരിമല സ്വർണ്ണ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT കസ്റ്റഡിയിൽ വിട്ട് കോടതി. റാന്നി കോടതി കസ്റ്റഡിയിൽ വിട്ടത് ഈ മാസം 30 വരെ. തന്നെ കുടുക്കിയെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നും കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രതികരണം. കോടതിയിൽ പോറ്റിക്ക് നേരെ ചെരുപ്പേറ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉദ്യോഗസ്ഥരെയും വെട്ടിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണക്കൊള്ള നടത്താൻ പോറ്റി കൃത്യമായ ആസൂത്രണം നടത്തി. ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിക്ക് ഒത്താശ ചെയ്തു. സ്വർണം വേർതിരിച്ചത് സ്മാർട്ട് ക്രിയേഷനിൽസ് തന്നെ. കൈക്കലാക്കിയത് 2.5 കിലോയോളം സ്വർണമെന്നും കണ്ടെത്തൽ. നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ച അനേക ലക്ഷം വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്നും റിപ്പോർട്ടിൽ. ജബോ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടും KPCC പുനഃസംഘടനയിൽ അതൃപ്തി. ഫേസ്ബുക്കിൽ പരിഹാസ പോസ്റ്റുമായി ഷമാ മുഹമ്മദ്. അതൃപ്തിയൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് സണ്ണി ജോസഫ്. അടുത്ത പട്ടിക പുറത്തുവരുമ്പോൾ എല്ലാവർക്കും തൃപ്തി വരുമെന്നും KPCC പ്രസിഡന്റ്. പാർട്ടിയും ദേശീയ നേതൃത്വവും ചേർത്തെടുത്ത തീരുമാനമാണെന്ന് VD സതീശൻ. പാലിയേക്കരയിൽ ടോൾ പിരിക്കാൻ ഹൈക്കോടതി അനുമതി ഉപാധികളോടെ പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്നും നിർദ്ദേശം. പാത എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നും കോടതി. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ വിദ്യാർത്ഥിനി ഹിജാബ് ധരിക്കുന്നതിൽ വിവാദത്തിൽ കുട്ടിയെ സ്കൂൾ മാറ്റുമെന്ന് കുടുംബം. കുട്ടിക്ക് വലിയ മാനസിക വിഷമമുണ്ടെന്നും പിതാവ്. എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥി വന്നാൽ സ്വീകരിക്കുമെന്ന സ്കൂൾ മാനേജ്മെന്റ്. കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സ്കൂൾ മാനേജ്മെന്റിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം. സുപ്രഭാതം. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ BJP വേദിയിൽ പങ്കെടുത്തത് തൃശൂരിലെ BJPയുടെ വികസന സന്ദേശയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ. രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും വേദിയിൽ. രാജ്യത്തിനു വേണ്ട എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും ഔസേപ്പച്ചൻ. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ വ്ളാഡിമിർ പുടിനുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹംഗറിയിൽ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനം. പുടിനുമായി ഫോണിൽ നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ്.